റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസ്വാബഹു ഹമ്മുൻ വഹസൻ. സങ്കടമോ ദുഃഖമോ ഒരാൾക്ക് വരുമ്പോൾ ഈ ദിക്ർ ഒരാൾ പറയണം. നമ്മൾ പഠിച്ച ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني. എന്നൊരാൾ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ അദ്ഹബല്ലാഹു ഹുസ്നഹു വഅബ്ദലഹു മകാനഹു ഫറഹാ. ഏത് സങ്കടത്തിലാണോ അവരുണ്ടായിരുന്നത് ആ സങ്കടം അല്ലാഹു നീക്കിക്കളയുകയും അതിൻ്റെ സ്ഥാനത്ത് അല്ലാഹു സന്തോഷം നൽകുകയും ചെയ്യുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ് യംബഗി ലനാ അൻ നതഅല്ലമ ഹൗലാഇൽ കലിമാത്ത്. ഈ വചനങ്ങൾ ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ നബിയേ? ഖാല അജൽ യംബഗി ലിമൻ സമിഅഹുന്ന അൻ യതഅല്ലമഹുന്ന. ഇത് കേൾക്കുന്ന ആളുകൾക്കത് പഠിക്കൽ അനിവാര്യമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം